ഭാര്യാഭർത്തൃബന്ധത്തിന്റെ ഇഴയടുപ്പവും പവിത്രതയും വെളിവാക്കുന്ന പ്രശസ്ത കഥാകൃത്ത് UK കുമാരന്റെ അതിമനോഹരമായ ഒരു കഥയാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. കഥയുടെ ശീർഷകം ഓരോ വിളിയും കാത്ത്. കഥ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. പുതിയ അവസ്ഥയുമായി അവ പതുക്കെ പതുക്കെ ഇണങ്ങി വരുന്നു. ലൊക്കേഷൻ ഞാൻ ഷെയർ ചെയ്യാം. കൃത്യം 11:30 മണിയാവുമ്പോ നീ ക്ലാസ് കട്ട് ചെയ്ത് ഇറങ്ങി വരണം. Okay, 5 minutes have a break. മീനാക്ഷി, 5 മിനിറ്റ് ബ്രേക്കിന്റെ ബെല്ലാണ് അടിച്ചത്, അല്ലാതെ സ്കൂൾ വിട്ട ബെല്ലല്ല. മീനാക്ഷി ഇത് എങ്ങോട്ടാ പോയത്? ആ, എന്നോടൊന്നും പറഞ്ഞില്ല. നീ വന്നേ, നമുക്ക് പോയി നോക്കാം. മീനാക്ഷി, ക്ലാസ് കെട്ടിയ നീ എങ്ങോട്ടാ പോകുന്നേ? അതൊക്കെയുണ്ട്, എനിക്ക് അത്യാവശ്യമായിട്ട് ഒരിടം വരെ പോണം. എവിടെ? അമ്മ പറഞ്ഞിട്ടാ ഞാൻ പോകുന്നേ. ക്ലാസ് കഴിഞ്ഞിട്ട് പോയ പോരെ? സുധ ആന്റിയോട് ഞങ്ങൾ പറഞ്ഞോളാം. ദേ ഉണ്ണി, നീ ഓരോ ആന്റിയെ വിളിച്ച് സംസാരിക്കാൻ നിൽക്കണ്ട. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിയേ. ഇതൊന്നും ശരിയല്ല മീനാക്ഷി. നീ ഇപ്പൊ എവിടേക്കാ, എന്തിനാ പോകുന്നതെന്നൊക്കെ ഞങ്ങക്ക് മനസ്സിലാവും. ആ സൂരജുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് കട്ട് ചെയ്യുന്നതാ നിനക്ക് നല്ലത്. അവൻ ആള് പെശക. വെറുതെ അവന്റെ വലയിൽ വീണ് അബദ്ധത്തിലൊന്നും പോയി ചാടരുത്. എന്റെ സെക്യൂരിറ്റി ജോലി ഞാൻ നിങ്ങൾ ആരെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടോ? നിനക്ക് എന്താ മീനാക്ഷി പറഞ്ഞാ മനസ്സിലാവാത്തെ? നിങ്ങൾ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും മനസ്സിലാക്കി തരണ്ട. എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. And don't follow me. ഞാൻ എവിടെ പോകുന്നു, ആരെ കാണുന്നു, എന്ത് ചെയ്യുന്നു എന്നൊക്കെ നിങ്ങൾ അന്വേഷിക്കേണ്ട കാര്യമില്ല. മനസ്സിലായോ? എന്തോ കാര്യമായ പ്രശ്നമുണ്ട് അമീറെ. അവളുടെ ഈ പോക്ക് കുഴപ്പത്തിലേക്കാന്നാ എന്റെ മനസ്സ് പറയുന്നത്. എനിക്കും അങ്ങനെ തോന്നുന്നുണ്ട്. ഇനിയിപ്പോ എന്താ ചെയ്യാ? ജീന, നിന്നോടൊരു അത്യാവശ്യ കാര്യം സംസാരിക്കാനുണ്ട്. എന്താ അമീർ? ആക്ച്വലി എന്താ മീനാക്ഷിയുടെ പ്രശ്നം? അവള് ഞങ്ങളിൽ നിന്ന് എന്തോ മറയ്ക്കുന്നുണ്ട്. എപ്പോ നോക്കിയാലും വല്ലാത്ത ടെൻഷനില്ല. ചോദിച്ചാലൊന്ന് തുറന്ന് പറയത്തുമില്ല. എന്തായാലും അവളുടെ പോക്ക് അപകടത്തിലേക്കാണെന്ന് ഉറപ്പാ. അതുകൊണ്ട് എന്തെങ്കിലും അറിയാമെങ്കിൽ നീയെങ്കിലും ഒന്ന് തുറന്നു പറയേ. വൈകിയാൽ ചിലപ്പോ അവളെ രക്ഷിക്കാൻ നമുക്ക് കഴിഞ്ഞില്ലെന്ന് വരും. സ്കൂളിലെ എല്ലാവരും നോക്കി നിൽക്കേ. നീ എന്നോട് മാപ്പ് പറയും. ബിയർ ബോട്ടിലും കയ്യിൽ പിടിച്ച് കറങ്ങുന്ന വീഡിയോയും ഫോട്ടോയും എല്ലാ ഗ്രൂപ്പിലും നിറയും. ഇതാ ഉണ്ടായത്. അവൾ എങ്ങോട്ടാ പോയത്? എന്ത് വില കൊടുത്തും ഈ പ്രശ്നത്തിൽ നിന്നൊരു അവസാനം കാണണം. ചേട്ടാ, ലെഫ്റ്റ് എടുത്ത് തൊട്ടടുത്ത റൈറ്റ്. ആ ശരി.
ഇത് ഏത് റൂട്ടാ അമീറെ? ആ ഇവളിത് എങ്ങോട്ടാ പോയെന്ന് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. ഇവളെ ഇങ്ങനെ വെറുതെ ഫോളോ ചെയ്തിട്ട് എന്ത് കാര്യമാ? നമ്മളും കൂടെ പോയി വല്ല കുരിക്കലും പെട്ടാലോ? അല്ലാതെ നമുക്കിപ്പോ എന്താ ചെയ്യാൻ പറ്റുക? സുധാമണി ആന്റിയുടെ നമ്പർ നിന്റെ കയ്യിലുണ്ടോ? ആ ഉണ്ട്. എന്നാ ആന്റി വേഗം വിളിക്കേ. ഹോ, അങ്ങനെ വലിയൊരു പണി കഴിഞ്ഞു. സന്ദീപ് സാറ് കൂടി വരാഞ്ഞത് കഷ്ടായിപ്പോയി. ഒരേ ഒരു മരുമോളുടെ കല്യാണത്തിന് ഡ്രസ്സ് എടുക്കുമ്പോ അമ്മാവനും കൂടി ഉള്ളത് അപർണമോൾക്ക് സന്തോഷായനെ. ഏയ് ഞാനില്ലെന്ന് കരുതി അവക്ക് സന്തോഷത്തിന് കുറവൊന്നും വരില്ല. പക്ഷെ അമ്മാവനുള്ള ഡ്രസ്സ് മറക്കാതെ എടുത്തിട്ടുണ്ട് മരുമകള്. അതിന്റെ ആവശ്യമില്ലായിരുന്നു. കല്യാണത്തിന് ഞാൻ ഉണ്ടാവോ ഇല്ലെന്ന് എനിക്ക് തന്നെ അത്ര ഉറപ്പില്ല. എല്ലാരും ഇരിക്കെ, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. ഇരിക്കെ. എന്റെ ക്ലാസ്മേറ്റാ അമീർ, സ്കൂളിലത്തെ. സംസാരിക്കൂ. എന്തെങ്കിലും അത്യാവശ്യ കാര്യത്തിനായിരിക്കും വിളിക്കുന്നത്. ഹോംവർക്ക് ചെയ്തു എന്ന് ചോദിക്കാനായിരിക്കും. സാധാരണ ആവശ്യമില്ലാണ്ട് അമീർ അങ്ങനെ വിളിക്കാറില്ല. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ വിളിക്കൂ. ഞാനൊന്ന് സംസാരിക്കട്ടെ. ഹലോ, എന്താ അമീറെ? ആന്റി ഒന്ന് വേഗം ഞങ്ങൾ പറയുന്ന സ്ഥലത്തേക്ക് വരണം. എന്താ, എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടോ? ആന്റി മീനാക്ഷി ക്ലാസ് കട്ട് ചെയ്ത് ഒരു ഓട്ടോയിൽ പോയിക്കൊണ്ടിരിക്കുക. ഞങ്ങൾ പിന്നാലെ മറ്റൊരു ഓട്ടോയിലുണ്ട്. ക്ലാസ് കട്ട് ചെയ്തിട്ട് ഓട്ടോയിൽ പോകുന്ന സത്യമാണോ അമീറെ? ഓൾ എവിടെയാ പോന്ന്? ആന്റി പേടിക്കണ്ട, ഞാനും ഉണ്ണി മീനാക്ഷിയുടെ പിന്നിൽ തന്നെ ഉണ്ട്. അവൾ എവിടെ പോയാലും ആന്റിക്ക് ഞങ്ങൾ ലൊക്കേഷൻ അയച്ചു തരാം. ആന്റി പെട്ടെന്ന് ഒരു ഓട്ടോ വിളിച്ച് അവിടേക്ക് വന്നാ മതി. ആന്റി അറിയിച്ച എന്തായാലും നന്നായി. ചേട്ടാ വേഗം വിട്ടോ. എന്താമേ, എന്തുപറ്റി? മോനെ, നമുക്കൊരു സ്ഥലം വരെ ഒന്ന് പോണം. എവിടേക്ക്? പോകുന്ന വഴിക്ക് പറയാം, നീ വേഗം വാ. അമ്മേ, അതെ, എല്ലാരും ഒന്ന് ക്ഷമിക്കണം. എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു സ്ഥലം വരെ പോയേ പറ്റൂ. എന്താ സുധാമണി, എന്തു പറ്റി? ആ കുട്ടി ഫോണിൽ എന്താ പറഞ്ഞത്? What happened, ബാലു? നോ ഐഡിയ. ഇങ്ങനൊരു അവസരത്തിൽ ഇടയ്ക്ക് വെച്ച് ഇറങ്ങി പോകേണ്ടി വന്നതില് വിഷമമുണ്ട്. പക്ഷെ ഇതൊരു അത്യാവശ്യ കാര്യത്തിനാ, ആരും ഒന്നും വിചാരിക്കില്ലേ. എന്ത് അത്യാവശ്യമായാലും ആഹാരം കഴിച്ചിട്ട് പോകുന്നതല്ലേ നല്ലത്. സോറി യാമിനി മാഡം, ആഹാരം കഴിക്കുന്നതിനെക്കാട്ടിലും അത്യാവശ്യമായത്. വാ മക്കളെ, പോവാം. വാ. എന്താ ഉണ്ടായ ആന്റി? ഞാനും കൂടെ വരാം. ഞാൻ മോളെ വിളിക്കാം. എല്ലാം ഞാൻ വിശദമായിട്ട് അപ്പൊ പറയാം. തൽക്കാലം മോള് വരണ്ട. വാ. പോയിട്ട് വരാം. എന്തായാലും ഈ അഹങ്കാരം കുറച്ച് കൂടുതൽ തന്നെയാ. ഇവർക്കും കൂടി പ്ലാൻ ചെയ്തിട്ടല്ലേ ഈ ഫുഡൊക്കെ തങ്ക റെഡിയാക്കിയത്. ഇനി അതൊക്കെ ഫ്രിഡ്ജിൽ കയറ്റി വെച്ച് വേസ്റ്റ് ആക്കണം. സുധാമണിയുടെ പ്രശ്നം എന്താ നമുക്കറിയില്ലല്ലോ. എന്തായാലും അത്രയ്ക്ക് അത്യാവശ്യമില്ലാതെ സുധാമണി പോവില്ല. ന്യായീകരിക്കാനും ഒപ്പം നിൽക്കാനും ആളുകൾ ഒരുപാടുണ്ടാവുമ്പോ അവർക്കൊക്കെ എന്ത് അഹങ്കാരം വേണമെങ്കിലും കാണിക്കാം. മതി മമ്മി, ഇനി ഇതിന്റെ പേരിലൊരു ചർച്ച വേണ്ട. അവിടെ ചെന്നാ ഒരിക്കലും നീ ആ വീടിനകത്ത് കയറരുത്. കഴിഞ്ഞ തവണ സംഭവിച്ച ചതി ഓർമ്മയുണ്ടല്ലോ. സൂരജ് ബിയർ ബോട്ടിൽ വെച്ച് ലാസ്റ്റ് ടൈം നിന്റെ ഫോട്ടോ എടുത്തതുപോലെ മറ്റെന്തെങ്കിലും കെണി ഒരുക്കിയിട്ടുണ്ടാവും. അതുകൊണ്ട് നീ അവന് പുറത്തേക്ക് വിളിക്കണം.
അമീരെ, സുധാമണി ആന്റിക്ക് ലൊക്കേഷൻ അയച്ചു കൊടുക്ക്. ആ വാ, നമുക്ക് അവിടെ പോയി നിൽക്കാം. ഈ അടുത്ത വശത്തുള്ള റോഡിലൂടെ വരാനാ അമീർ വിളിച്ചു പറഞ്ഞ്. ചേട്ടാ, ഇവിടെ ലെഫ്റ്റ് എടുത്തോ. എടാ, ഇത് നോക്കിയ സാഗറെ. എന്താ സാറേ? അവര് മീനാക്ഷി പോയ സ്ഥലത്ത് എത്തിയെന്നാ തോന്നുന്നത്. ലൊക്കേഷൻ അയച്ചേക്കുവാ. നോക്ക്. എവിടെയുടെ സ്ഥലം? ഇവിടെ അടുത്ത് തന്നെയാ ചേട്ടാ, അടുത്ത റൈറ്റ്. ശ്ശെ, ഈ പെണ്ണിത് എന്ത് ഭാവിച്ചിട്ടാ ഈശ്വര? എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തുറന്നു പറഞ്ഞൂടെ? ഓക്ക് കുറച്ച് ദിവസമായിട്ട് എന്തോ കാര്യ പ്രശ്നമുണ്ട്. ഓളാകെ ടെൻഷനിലാന്ന് ഞാൻ നിന്നോട് പറഞ്ഞിരുന്നല്ലേ. ഓളെന്തോ ആപത്തിൽ ചെന്ന് പെട്ടിരിക്ക. എന്റെ കുട്ടിക്ക് ഒന്നും വരുത്തല്ലേ മുത്തപ്പ. അമ്മ വെറുതെ ഓരോന്ന് പറഞ്ഞിങ്ങനെ ആദ്യ കൂട്ടല്ലേ. അവൾക്കൊന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല. നമ്മൾ എന്തായാലും ഇപ്പോ അവിടെ എത്തുമല്ലോ. അമ്മ ധൈര്യമായിട്ടിരിക്കും, ഞങ്ങളില്ലേ കൂടെ. ആ ചേട്ടാ, അടുത്ത ലെഫ്റ്റ്. സൂരജ്, ഞാൻ നീ പറഞ്ഞ വീടിന് മുന്നിലെത്തി. നിന്നോട് മാപ്പ് പറയാൻ ഞാൻ വന്നിരിക്കുക. നീ പുറത്തേക്ക് വരികയാണെങ്കിൽ ഞാൻ മാപ്പ് പറയാം. ഇത് ആരുടെ വീടാ അമീറെ? ആ എനിക്കറിയില്ല. അപ്പോ മീനാക്ഷി അകത്തേക്ക് പോയാൽ നമ്മൾ എന്ത് ചെയ്യും? അവൾ അകത്തേക്ക് പോയാ നീ അവളെ പിന്തുടരണം. സുധാമണി ആന്റിയെ കാത്ത് ഞാൻ ഇവിടെ നിൽക്കാം. ഞഞ്ഞായി. എനിക്കൊന്നും മേല, എനിക്ക് പേടിയാ. എന്നാ ഞാൻ പൊക്കോളാം. നീ സുധാമണി ആന്റിയെ കാത്ത് ഇവിടെ നിന്നാ മതി. എന്തായാലും അവരിപ്പോ എത്തുമല്ലോ, എന്നിട്ട് തീരുമാനിക്കാം. എടാ, സൂരജ്, ഇത് അവന്റെ വീടായിരുന്നോ? അവൻ എന്തെങ്കിലും മോശമായിട്ട് പെരുമാറിയ ആ നിമിഷം ഓടണം. മീനാക്ഷി ഒറ്റയ്ക്ക് വിട്ടിട്ടോ? അല്ലടാ, അവനെ പിടിക്കാൻ ഓടണമെന്നാ ഞാൻ പറഞ്ഞത്. ആ അങ്ങനെ. ഈ സുധാമണി ആന്റി ഇതുവരെ എത്തിയില്ലല്ലോ. ഇവിടെ വെച്ചല്ല മാപ്പ് പറയേണ്ടത്. നീ അകത്തേക്ക് വാ. അതെന്തായാലും നടക്കില്ല. ഞാൻ അകത്തേക്ക് വരുന്ന പ്രശ്നമില്ല. അന്നത്തെ പോലെ എന്തെങ്കിലും ഒരു കേണ് നീ ഒരുക്കി വെച്ചിട്ടുണ്ടാവുന്നു എനിക്കറിയാം. അതുകൊണ്ട് നീ ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്കും. ഇവിടെ വെച്ച് മാപ്പ് പറയാൻ തയ്യാറാണല്ലോ? പറയട്ടെ? എന്താ വേണ്ടേ? എന്നാ ഞാനിപ്പോ തന്നെ തിരിച്ചു പോയേക്കാം. ദേ പെണ്ണെ, നീ എന്നെയല്ല, ഞാൻ നിന്നെയാണ് ബ്ലാക്ക്മെയിൽ ചെയ്യുന്നത്. ദേ, എന്നെ പെണ്ണേന്ന് വിളിച്ചാലുണ്ടല്ലോ. വിളിച്ചാ നീ എന്തോ ചെയ്യും? പോയിന്റ് ബ്ലാങ്കിലാ നിക്കുന്നേന്ന് അറിഞ്ഞിട്ടും പെണ്ണിന്റെ ഒരു അഹങ്കാരം കണ്ടില്ലേ? ഇപ്പൊ എത്തും. 1 കിലോമീറ്റർ കൂടെ ഉള്ളൂ. ചേട്ടാ, ഒന്ന് വേഗം പോ. കണ്ടോ, ഈ ഒരൊറ്റ വീഡിയോ മതി നിന്റെ ഇമേജ് മൊത്തവും തകർക്കാൻ. സോഷ്യൽ മീഡിയയിൽ ഒരൊറ്റ പോസ്റ്റ്, പിന്നെ എന്റെ കൂട്ടുകാരെ അതിലോട്ടൊന്ന് ടാഗ് ചെയ്ത് വിട്ടാൽ മാത്രം മതി. ഒറ്റ ദിവസം കൊണ്ട് ഇതങ്ങ് വൈറലായിക്കോളും. അതോടെ നിന്റെ കാര്യം സ്വാഹ. ഇനി നീ തീരുമാനിക്ക്, എന്നെ ശത്രുവാക്കണോ അതോ മിത്രമാക്കണോ? എന്തൊരു മണ്ടനാ നീ! ഇതുപോലൊരു ഫോട്ടോയും വെച്ച് എന്നെ നാണം കെടുത്താന്ന് വിചാരിക്കുന്ന നീ ഒരു മണ്ടനാ. സോഷ്യൽ മീഡിയയിലല്ല, നീ ഇത് എവിടെ പോസ്റ്റ് ചെയ്താലും അതെന്നെ ഒരു തരത്തിലും ബാധിക്കാൻ പോകുന്നില്ല.
നിന്നെ കൊണ്ടൊരു ചുക്കും ചെയ്യാൻ പറ്റില്ല. അമിത വിശ്വാസം ആപത്താ മോളെ. നീ ഒരു പെൺകുട്ടിയാ. ഇത് ബാംഗ്ലൂരും മുംബൈയും ഡൽഹിയും ഒന്നും അല്ല, നമ്മുടെ കൊച്ചു കേരളമാ. ഇവിടെ ഒരു പെണ്ണിന്റെ മാനം പോവാനേ ഇതൊക്കെ തന്നെ ധാരാളം. പൂച്ചയെ പോലെ പതുങ്ങിയിരുന്ന് വീട്ടുകാരറിയാതെ ബിയർ കുടിക്കുന്ന പെൺകുട്ടി, അതും സ്കൂൾ യൂണിഫോമിൽ. സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ഒരു ചെറിയ ക്യാപ്ഷൻ മതി. നിന്റെ അമ്മയെ പോലെ പാവം സ്ത്രീ ഇത് കണ്ടാൽ അവർക്കത് താങ്ങാൻ പറ്റത്തില്ല. നിന്റെ ആങ്ങളമാര് നിന്നെ തല്ലിക്കൊല്ലും. ഈ സ്കൂളിന്റെ ഗ്രൂപ്പിലെല്ലാം ടീച്ചർമാർക്കിടയിൽ ഞാൻ ഇതങ്ങ് പരസ്യമാക്കും. സ്കൂളിൽ നിന്റെ മാനം പോയാൽ പിന്നെ നിന്നെ അവിടെ പഠിപ്പിക്കുമെന്ന് തോന്നുന്നുണ്ടോ? നീ പറഞ്ഞില്ലേ എനിക്കെതിരെ പരാതി കൊടുക്കുന്നു. ഇതിന് പ്രത്യേകിച്ച് ആരും പരാതിയൊന്നും കൊടുക്കണ്ട. വിത്തിൻ നോ ടൈം നിന്നെ ആ പള്ളിക്കൂടത്തിൽ നിന്ന് ടീസി തന്ന് പറഞ്ഞു വിടും. കൂട്ടത്തിൽ നിന്ന് നിന്റെ അമ്മയും പറഞ്ഞു വിടും. അതോടെ തീരും നിന്റെ പഠിത്തം. ഇതൊക്കെ എനിക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാ മോളെ. അങ്ങനെ നീ പറയുന്നത് മാത്രം എല്ലാരും അങ്ങനെ വിശ്വസിക്കണമെന്നില്ലല്ലോ. സത്യം എന്താണെന്ന് എല്ലാരും പറഞ്ഞു ബോധ്യപ്പെടുത്താൻ എന്നെ കൊണ്ട് പറ്റും. സത്യം ആർക്ക് വേണോ അത്? ഇങ്ങനെയുള്ള കള്ളക്കഥകളാടി എല്ലാവർക്കും വേണ്ടത്. പ്രത്യേകിച്ച് നിന്നെ പോലൊരു കിളുന്ത് പെണ്ണിനെ കുറിച്ചാവുമ്പോ ഷെയറും ലൈക്കും ഒക്കെ റോക്കറ്റ് പോലെ കുതിക്കും. ഈ ഫോട്ടോ സത്യമല്ലെന്നും നീ ബിയർ കുടിച്ചിട്ടില്ലെന്നും നിന്നെ ഞാൻ ട്രാപ്പ് ചെയ്തതാണെന്നും നമുക്ക് രണ്ടുപേർക്ക് മാത്രമല്ലേ അറിയത്തുള്ളൂ. അന്ന് നിന്നെ കൊണ്ട് ബിയർ കുപ്പി കയ്യിൽ പിടിപ്പിച്ച ഈ വീഡിയോ എടുത്തപ്പോ അതെങ്ങനെ ഉപയോഗിക്കണമെന്ന് എനിക്ക് വ്യക്തമായ പ്ലാൻ ഉണ്ടായിരുന്നു. നീ നിന്റെ കൂട്ടുകാരും കൂടെ എന്നെ ട്രാപ്പിൽ പെടുത്തിയതാണെന്ന് ഞാൻ എല്ലാവരോടും വിളിച്ചു പറയും. എന്നിട്ട് എന്ത് ചെയ്യാൻ? ഞാൻ ഈ വീഡിയോ സോഷ്യൽ മീഡിയയിലും ഗ്രൂപ്പിലും ഷെയർ ചെയ്ത് കഴിയുമ്പോൾ ആളുകൾ ആദ്യം അതങ്ങ് വിശ്വസിക്കും. പിന്നെ നീ വിളിച്ച് പറയുന്നതൊക്കെ 10 പേരറിയാൻ ഒരുപാട് സമയമെടുക്കും. അപ്പോഴേക്ക് നിന്നെ സ്കൂളിൽ നിന്ന് പുറത്താക്കി കഴിഞ്ഞിരിക്കും. അപ്പൊ എന്തു പറയുന്നു? എന്റെ കൂടെ അകത്തേക്ക് വരികയല്ലേ? ആ ദേ ആന്റി വന്നല്ലോ. ആന്റി ദേ മീനാക്ഷി. ഇവൻ ഞങ്ങളുടെ സ്കൂളിലെ ഒരു നൊട്ടോറിയസ് ഗ്യാങ് ലീഡറാ. +2 ആ. 10ാം ക്ലാസ് ആയിരുന്നെങ്കിൽ പണ്ടേ ഇടിച്ച് പരിപ്പെടുത്തേനെ. ഇനിയും ഞാൻ പറയുന്നത് അനുസരിക്കാൻ നീ തയ്യാറായില്ലെങ്കിൽ ഇപ്പൊ തന്നെ ഞാൻ ഇത് എല്ലാവർക്കും അയച്ചേക്കാം. സൂരജ് നോ, ചെയ്യരുത്. ചെയ്യരുതെന്നാ പറഞ്ഞേ. അപ്പൊ നിനക്ക് പേടിയുണ്ട്. എടി മോളെ, ചെമ്മീൻ ചാടിയ മുട്ടോളം, പിന്നും ചാടിയ ചട്ടിയോളം, അത്രേ ഉള്ളൂ നീയൊക്കെ. മര്യാദക്ക് എന്റെ കൂടെ അകത്ത് വന്ന് ഈ പ്രശ്നം അങ്ങ് അവസാനിപ്പിച്ചേക്കും. അതാ നിനക്ക് നല്ലത്. ഓ ഇങ്ങോട്ട് ഇങ്ങോട്ട് വാടി. അടി ചേട്ടാ അവനെ.